സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തത് വറുത്തിട്ടുള്ള റവയാണ്. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റവ അളന്ന് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ നമുക്ക് ചിരകിയ തേങ്ങ കൂടെ അതേ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒട്ടും പുളിയില്ലാത്ത തൈര് 1/2 കപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ട് തൈര് നന്നായിട്ട് ഉടച്ചത് കൊണ്ടാണ് ഇതേപോലെ ഒന്ന് ലൂസായതുപോലെ ഇരിക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരിക. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ നല്ല രീതിയിൽ അരച്ചിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെച്ചേക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇത്തിരി കൂടെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ഒരു പച്ചമുളക് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഓരോ വെജിറ്റബിൾസും ഓരോ ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെയും ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ സ്കിന്നൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇത്രയും ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇതെല്ലാം ഒന്നിച്ച് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്ക് വരെ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് അങ്ങ് പരുത്തൊന്നും വേണ്ട. നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 1.5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയതാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. ഇതേപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ തൈര് ചേർക്കുന്ന സമയത്ത് പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശ കംപ്ലീറ്റ് ഇതേപോലെ ചുട്ടെടുക്കാം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതിലേക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി കറി വേണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു തക്കാളി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയാണിത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. Bye.